എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും നല്ല ദേഹാരോഗ്യത്തോടും മനസ്സന്തോഷത്തോടും ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നമുക്ക് നടത്തി തരട്ടെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പണം ആത്മീക ജീവിതത്തിന് ആവശ്യമുണ്ടോ, അത് ഒരു തടസ്സമാണോ? അതിനെക്കുറിച്ച് ഒരു ചെറിയ ചർച്ച എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണേ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലൗകിക ജീവിതത്തിന് പണം വേണം. ഓൾറെഡി എനിക്ക് കമൻസിൽ 1-2 പേര് എഴുതിയിരുന്നു നേരത്തെ, പണമുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. സത്യം തന്നെയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു 95% ഈ ലൗകിക ജീവിതത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് പണം മതി. എന്നാൽ പണം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേരെയാക്കിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ബാക്കി ഒരു 5-10% വേറെ കാര്യങ്ങളാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വേറെ കാര്യം. ഓക്കെ, അപ്പം ലൗകിക ജീവിതത്തിൽ പണം വേണം. ഏതിനാണെങ്കിലും കാശിന് കാശ് തന്നെ വേണം. അതിൽ യാതൊരു വേറെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ലവേ ഇല്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ആത്മീയതയിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വേറൊരു പാതയിലോട്ട് നമ്മൾ തിരിഞ്ഞു പോന്നു. നമുക്ക് മുക്തി വേണമെന്ന് പറയുന്നു, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പം ഇത്രയും വീഡിയോസും ഒരു 10 വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ആത്മീയതയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങനെ തയ്യാറെടുപ്പിനാണ് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെയുള്ളപ്പം ഒരു ചോദ്യം വരും, പണം വേണോ? ആത്മീയതയ്ക്ക് പണം വേണോ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആത്മീയതയ്ക്കും പണം വേണം. അതെന്തുവാ ആത്മീയതയ്ക്ക് പണം? ഞാൻ പറയട്ടെ, പല ഗുരുമാർകളെ പോയി കാണുന്നു, നമ്മൾ പഠിക്കുന്നു, നമുക്ക് ട്രാവൽ ചെയ്യണം, ഗുരുദക്ഷിണ വയ്ക്കണം, ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ തന്നെ പണം വേണം, ചിലവാണ്. അപ്പോൾ വീട്ടിനകത്തേ ജീവിച്ചാൽ പണം വേണ്ടേ? അതിനും വേണം. ഞാൻ വെറുതെ ഒരു ചൊല്ലിന് അങ്ങനെ പറയുവാണ്. എല്ലാത്തിനും പണമാണ് ആവശ്യം. അപ്പോൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റിക്ക് വന്ന് പണം വേണോ? വേണം. അതിന് പോലും പണം വേണം. എങ്ങനെയൊക്കെയാണെന്ന് ഞാനൊരു കാര്യം പറയാം. അപ്പം ഞാൻ പണത്തിന് എതിരല്ല. അത് ലൗകിക ജീവിതത്തിലാണെങ്കിലും ശരി, ആത്മീയതയിലാണെങ്കിലും ശരി, പണം വേണം. പണത്തിന് പണം തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെയും ഉറച്ച അഭിപ്രായം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ജോലാർപേട്ടിൻ്റെ അടുത്ത് അഗസ്ത്യ പിരമിഡിൽ 8 ദിവസത്തെ മൗനത്തിന് ഞാൻ പോയിരുന്നു. അതിൻ്റെ ഫീസ് എത്രയാണോ? 45,000 രൂപ. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജോലാർപേട്ട് വരെ വരാൻ അതിന് ട്രെയിൻ ടിക്കറ്റ്. അതല്ലാതെ ജോലാർപേട്ടയിൽ നിന്ന് ആശ്രമം വരെ പോകാൻ ഒരു ഓട്ടോയ്ക്ക് 300 രൂപ. തോട്ടേനും പിടിച്ചതിനുമൊക്കെ പൈസയാണ് വേണ്ടിയത്. അപ്പോൾ പിന്നെ അവിടെ പോയപ്പം 45,000 അവിടെ അദ്ദേഹത്തിൻ്റെ, എൻ്റെ പ്രദീപ് വിജയ് ഗുരുവാണ് ആ ക്ലാസ് നടത്തിയത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ എൻ്റെ മോൻ്റെ കൂട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഒരു കൊച്ചു പയ്യനാണ്, പക്ഷേ അത്രയ്ക്ക് നല്ല വിവരവും മെൻ്റൽ മെച്യൂരിറ്റിയും ഉള്ള ആളാണ്. അപ്പം എനിക്ക് അവിടെ പിന്നീട് ഞാൻ ഇവിടെ അയക്കുമ്പോഴേ എനിക്ക് 45,000 കൂടുതലാണെന്ന് അറിയാം. പക്ഷേ അദ്ദേഹം ചോദിച്ചാൽ അതിന് മേളിൽ ഒരു അപ്പീലില്ല. ഓക്കെ, അദ്ദേഹം നടത്തുന്നു, നിനക്ക് വേണമെങ്കിൽ പോ. ശരി, എനിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോയി. അപ്പം പൈസ ഇവിടുന്ന് നേരെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പോയത്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് സൈലൻസിലിരുന്ന് തിരിച്ച് വന്നപ്പം, പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ 45,000 ഒന്നുമല്ല എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഏത് കൂടുതൽ ഏത് കുറവ് എന്നുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, അവിടെ പോയപ്പം നല്ല ഒരു 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റാണ്, 7 സ്റ്റാറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ഫുഡായിരുന്നാലും ശരി, സ്റ്റേ ചെയ്താലും ശരി, രാവിലെ 6 തൊട്ട് വൈകുന്നേരം വരെ ഫ്രൂട്ട്സും ജ്യൂസും കഴിക്കാവുന്നുള്ളത് കൊണ്ട് സൈലൻസിലിരിക്കുമ്പോൾ അതേ കഴിക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ ഒരാളിനെ അവിടെ തന്നെ നിർത്തിയിരുന്നു. ചാക്കായിട്ട് ഓറഞ്ച്,
പിന്നെ കൂടെയായിട്ട് കരിക്ക് വെള്ളം വേണോ, ഓറഞ്ച് ജ്യൂസ് വേണോ, എന്ത് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും നോക്കിക്കണ്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് സൈലൻസിലിരിക്കുമ്പം നമുക്ക് കിട്ടുന്നത് വേറെയാണ്. ഓക്കെ, അങ്ങനെ അപ്പം ഇതിനാണ് ഞാൻ പറയുന്നത്, ഇക്കാലത്ത് ആത്മീയതയിൽ പോയാലും നമുക്ക് പൈസ വേണം. അങ്ങനെ ഞാൻ ലക്ഷങ്ങൾ ചിലവ് ചെയ്തിട്ടുണ്ട്. പോകാനും വരാനും സ്റ്റേ ചെയ്യാനും ഹോട്ടലിൽ താമസിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ ദുഃഖമില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയത് ഈ ലക്ഷങ്ങളുടെ കണക്കിലൊന്നും വരത്തില്ല. അപ്പം നമ്മൾ അതാണ് നോക്കേണ്ടത്. പക്ഷേ ഈ കയ്യിൽ കാശില്ലാതെ പോകാൻ നോക്കുമോ? ഒരു ഗുരുവിനെ പോയി കാണാൻ പറ്റുക, ഗുരുവുള്ള സ്ഥലത്ത് പോകുന്നവരെ കയ്യിൽ കാശ് വേണ്ടേ? അതിനകത്ത് ചിലവില്ലയോ? എല്ലാത്തിനും ചിലവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ക്ഷേത്രാടനം. ഇപ്പം എന്നെയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എഴുതി തള്ളിയിരിക്കുകയാണ് അമ്പലവാസി എന്ന്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിനെക്കുറിച്ച് പറഞ്ഞ് പോകാമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ഇറങ്ങും. അതല്ലാതെ ഇവിടെ ആറ്റുകാൽ ദിവസവും പോന്നു, കൊഞ്ചിറവിള പോന്നു, അതൊക്കെ വേറെ കാര്യം. അല്ലാതെ അങ്ങനെയൊക്കെ ഞാൻ ഇത് ഇന്നോ ഇന്നലെയോ ചെയ്യുന്നതല്ല. കൊച്ചിലേ തൊട്ടേ എനിക്ക് കാര്യങ്ങളുണ്ട്, സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ സർവീസ് ചെയ്തിരുന്നപ്പം ഞാൻ ഓൾ ഓവർ ഇന്ത്യ ഞാൻ കറങ്ങിയിട്ടുണ്ട്. മക്കളെ വിളിച്ചുകൊണ്ട് ഞാനങ്ങ് പോകും. എല്ലാ സമ്മർ വെക്കേഷനിലും, സ്കൂളിൽ 50 ദിവസം ലീവ് ഉണ്ടല്ലോ, എല്ലാ സമ്മർ വെക്കേഷനിലും. അപ്പം ഞാൻ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഈസ്റ്റ് വെസ്റ്റ് എല്ലാ സ്ഥലവും ഞാൻ കണ്ടതാണ്. ഇന്ത്യയിൽ കറങ്ങാൻ ഇനി സ്ഥലമില്ല. ബദ്രിനാഥ്, കേദാർനാഥ്, പിന്നെ 12 ജ്യോതിർലിംഗം, അതിൽ 10 ഞാൻ പോയിട്ടുള്ളൂ. ഇനി ഒരു 2 പോകണം. അതും ഞാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇടയിൽ ഏതോ ഒരു തടസ്സം വന്നു, അതോടെ നിന്നു. ഇനിയും ഞാനത് പോകും. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ അടുത്ത ആഴ്ച ഞാൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ കാശി വിശ്വനാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഫാമിലിയാണ്. ഇപ്പം എനിക്ക് എൻ്റെ മക്കൾ അത് മാത്രമല്ല, എനിക്ക് വലിയ ഒരു കുടുംബമാണ്. എനിക്കിപ്പോൾ വലിയ ഒരു ഫാമിലിയാണ്, ബിഗ് ഫാമിലിയാണ്. അപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കേൾക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കാലഭൈരവർ, കാശി വിശ്വനാഥൻ, അന്നപൂർണേശ്വരി, എല്ലാ അമ്പലം, ഇത് ഞാൻ കാശിയൊക്കെ എപ്പോഴോ പോയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ 40ാമത്തെ വയസ്സിലാണ് കാശി, രാമേശ്വരം, കേദാർനാഥ്, ബദ്രിനാഥൊക്കെ പോയത്. അപ്പം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് പോന്നു. അപ്പം ചോദിച്ചു വരുന്നോന്ന്. അപ്പം ടെംപ്റ്റേഷൻ എനിക്ക് ഭയങ്കര, ശരി വരാം, കണ്ട സ്ഥലമായിരുന്ന എന്താ, എത്രയോ വർഷത്തിന് മുമ്പേ കണ്ടു, ഇപ്പം പുതിയതായിട്ടൊന്ന് പോയി കാണാം ആണ്. അങ്ങനെ പറയാമെന്നപ്പോഴാണ് പറഞ്ഞ്, ഇന്നലെയും മെനിഞ്ഞാന്ന് ഞാൻ എറണാകുളത്തായിരുന്നു. 2 ദിവസം എൻ്റെ റിലേറ്റീവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോഴത്തേക്ക് എറണാകുളം പോയാൽ ചോറ്റാനിക്കര പോകാതിരിക്കാൻ ഒക്കത്തില്ല, എനിക്ക് എറണാകുളത്തപ്പനെ കാണാതിരിക്കാൻ ഒക്കത്തില്ല, പിന്നെ പൂർണ്ണത്രേശ്വർ പൂർണ്ണത്രേശ്വരെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ക്യാബോ ടാക്സിയോ അറേഞ്ച് ചെയ്ത് പടപടയെന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് വരും. അപ്പം ഇതൊക്കെ നിങ്ങളും ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, അങ്ങേ അറ്റത്തെ ലെവൽ വരുമ്പം നമുക്കറിയാം ഉള്ളിലാണ് ദൈവം ഉള്ളതെന്ന്. നമ്മൾ ദൈവം വെളിയിൽ തേടേണ്ട കാര്യമില്ല. പക്ഷേ ഈ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ആവശ്യം എന്തുവാ? അവിടെ നിന്നുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ എനർജിയാണ്. അപ്പോൾ അത് നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അതുമാത്രമല്ല, ഇതൊക്കെ കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ചുമ്മാ പോകാനൊക്കെ പൈസ വേണം. അതുമാത്രമല്ല, ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഇന്ന് തന്നെ ഒരു പ്ലാൻ ഇടുക. എന്നുവെച്ചാൽ എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. കറക്കം എന്ന് പറഞ്ഞാൽ, അതേ സമയത്ത് ചുമ്മാതെ ഈ സിനിമയ്ക്ക് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, അതൊന്നും എനിക്കിഷ്ടമല്ല. ബീച്ചിൽ പോകാൻ ഇഷ്ടമാണ്, അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളും ഒരു ലിസ്റ്റ് ഇടുക, എവിടെയൊക്കെ പോകണം, ഞാൻ ഇതുവരെ എന്തൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇനി എവിടെയൊക്കെ പോകണം, പോകാനുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് പ്ലാൻ ചെയ്ത് ഓരോ സമയത്ത് ഓരോ പ്ലാൻ ചെയ്ത് അങ്ങ് പോകണം. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസീസൊക്കെ ഉണ്ട്. വേൾഡ് ടൂർ അടിക്കണം. ഞാൻ ഫോറിനിൽ 4-5 സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും വേൾഡ് ടൂറൊക്കെ അടിക്കാനൊരു പ്ലാനുണ്ട്. അത് അവിടുന്ന് ഉത്തരവ് കിട്ടിയാൽ പോകാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇപ്പം ക്ഷേത്രാടനം പോകണം, അതിന് കാശ് വേണ്ടേ?
പണം വേണം. അത് അപ്പം എല്ലാത്തിനും അപ്പം ഈ ആത്മീയതയിൽ നമുക്ക് മുന്നേറി പോകണം, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൻ്റെ ഒരു നിറഞ്ഞ ഒരു ഫീലിംഗ് വേണം നമുക്ക്. ലൗകിക ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തു, ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു, ഇത്രയും സേവ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം 100% മനസ്സിന് സന്തോഷം, നിറവ് വേണം. ഫുൾഫിൽഡ് ലൈഫ്. ഈ ഫുൾഫിൽഡ് ലൈഫ് എന്ന് വെച്ചാൽ നിറഞ്ഞ ജീവിതം. അപ്പം നമ്മൾ നിറഞ്ഞ ജീവിതം ജീവിച്ചിട്ടുണ്ടോ ഇത്രയും നാൾ? നമ്മൾ ജീവിക്കുന്നത് നിറഞ്ഞ ജീവിതമാണോ എന്ന് എല്ലാ ദിവസവും നമ്മളെ ചോദിച്ചോണം. അപ്പം ഈ ജീവിതത്തിൽ ഉറച്ചു നിന്ന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേതിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ എപ്പോഴും ഒരു പോരായ്മ, എപ്പോഴും ഒരു വേക്കൻറ്റ് ഫീലിംഗ് കാണും. അവരൊക്കെ അവിടെ പോകുന്നു, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഞാനും പോയിരുന്നേനെ. അതൊരു കാര്യം. അതുമാത്രമല്ല, ആരോഗ്യമുള്ളപ്പോഴേ നമുക്കിതൊക്കെ ചെയ്യണം. അപ്പം പണം സമ്പാദിക്കണം. പണ്ടേ ഒരു ചൊല്ലുണ്ട്, തിരൈകടൽ ഓടിയും ദ്രവ്യം തേട്. അത് തമിഴിലാന്ന് തോന്നുന്നു. തിരൈകടൽ ഓടി എന്ന് വെച്ചാൽ കടൽ കടന്നു പോയെങ്കിലും ദ്രവ്യം എന്ന് വെച്ചാൽ പണം തേടണം, പണം ഉണ്ടാക്കണം. അപ്പം ഏത് കാര്യത്തിനും നമുക്ക് പണം വേണം. അപ്പം ഇപ്പോഴേ തന്നെ നിങ്ങൾ മാക്സിമം പണം ഉണ്ടാക്കാൻ നോക്കുക. അതിനൊക്കെ എന്തൊക്കെ വഴി എന്നുള്ളതൊക്കെ പറയുന്നതൊന്നും ഇവിടുത്തെ ടോപ്പിക്കല്ല, നമുക്ക് വേണമെങ്കിൽ പിന്നെ ചർച്ച ചെയ്യാം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം കഷ്ടപ്പെടുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, ആത്മതൃപ്തി തരുന്ന ജോലി എടുക്കുക, നല്ല പൈസ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, ആരോഗ്യം വേണം. ആരോഗ്യമുള്ളപ്പോഴേ ക്ഷേത്രാടനം പോകണം, കാണേണ്ട സ്ഥലങ്ങളെല്ലാം പോയി കാണണം. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയതയിൽ പോകുമ്പം ഇനിയൊരു കാലെടുത്ത് ഉറച്ച് അതിനകത്ത് വെക്കാനൊക്കത്തുള്ളൂ. ഓക്കെ. അപ്പം ആത്മീയതയിൽ ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിളാണ് എൻ്റെ സൈലൻസ് മെഡിറ്റേഷന് ഞാൻ പോയ കാര്യം, അഗസ്ത്യർ. അതുപോലെ എവിടെയൊക്കെ പോയി ഇത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിലൊരു ചർച്ചയുടെ ആവശ്യമില്ല. അതായത് ആ സൈലൻസ് 45,000 കൊടുക്കുന്നതിന് ഞാൻ അത് വെച്ച് എന്തൊക്കെയോ ചെയ്തിരുന്നേനെ, എൻ്റെ EMI എത്രയോ അടച്ചിരുന്നേനെ, ഞാൻ വീട്ടിൽ ഇരുന്ന് സൈലൻസ് ചെയ്യാതെ പോരെ. ഞാൻ വീട്ടിൽ നടക്കില്ല. വീട്ടിൽ ആ ഒരു ആശ്രമത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ഒരു സാഹചര്യം, ചുറ്റുപാട് നമുക്ക് വീട്ടിൽ ഒരു ദിവസം കിട്ടാൻ പോകുന്നില്ല. എത്ര തന്നെ ഞാൻ ഒരുപാടൊക്കെ ഇവിടെ കഥ അടച്ചിട്ടിട്ടിരിക്കും. കൊച്ചുമോള് ജോലിക്ക് സ്കൂളിൽ പോകും, മോള് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പം എനിക്ക് വലിയ ജോലിയൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. അപ്പോഴത്തേക്കായിരിക്കും ആരെങ്കിലും ഒന്ന് ബെല്ലടിക്കുന്നത്, അപ്പോഴത്തേക്കും ഒരു കൊറിയർക്കാരൻ വരുന്നത്, ഒരു പോസ്റ്റ്മാൻ വരുന്നത്, ആരെങ്കിലും വന്ന് വിളിക്കും, എല്ലാം വീണ്. അതേസമയത്ത് അവിടെ അങ്ങനെയല്ല. നമ്മൾ ഇതിനേന്ന് പോകുമ്പം അവിടെ കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം നമ്മൾ അതാത് സ്ഥലത്ത് പോയി അതിൻ്റെ എനർജി എടുക്കണം. അങ്ങനെ പോകുമ്പം പോകാനും വരാനും എല്ലാത്തിനും പൈസയ്ക്ക് പൈസ വേണം. സോ ഇതും ഞാനൊന്ന് പൈസയ്ക്ക് എതിരായിട്ടുള്ള ആളേ അല്ല. പിന്നെ ഒരേ ഒരു കാര്യം, ഞാൻ പൈസയ്ക്ക് പൈസ വേണമെന്ന് പറയുന്നത് സത്യമാണ്. അതേ സമയത്ത് നമുക്ക് ആഗ്രഹം വേണം. ഒരാളിന് സൈക്കിൾ ഉണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കാം, ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങിക്കാം. അടുത്ത വീട്ടിലെ ആൾ 4 കാറ് വെച്ചിരിക്കുന്നു, അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ 4 കാറ് നിർത്തിയിരിക്കുന്നു, എനിക്കും 4 കാറ് വേണം. അങ്ങനത്തെ അത്യാഗ്രഹം പാടില്ല. അതുമാത്രം ആലോചിച്ചോണം. ഓക്കെ, അതൊന്ന്. പിന്നെ നമ്മളുടെ റിട്ടയർഡ് ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ പ്ലാൻ ഇന്നേ ചെയ്യണം. എനിക്ക് 2 മക്കളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഈ 2 വീട് വെച്ച് കൊടുക്കാം. ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ വീടൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പം എല്ലാം യൂസ് ആൻഡ് ത്രോ ആയിപ്പോയി. അപ്പം അവർക്ക് പറഞ്ഞാൽ അവർ തന്നെ അതെല്ലാം ഉണ്ടാക്കിക്കോളും. ഓക്കെ. അപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നല്ല ഒരു പഠിത്തം, നല്ല ഒരു ഫൗണ്ടേഷൻ എഡ്യൂക്കേഷനിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ എന്ത് വേണമെങ്കിലും അവർ ചെയ്തോളും. എന്ന് വെച്ചാൽ അത് സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പ്രാപ്തരാണ്. അതേ സമയത്ത് നമ്മളുടെ കാര്യം നമുക്ക് നോക്കണം. ഒരു റിട്ടയർഡ് ലൈഫായി,
എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിന് കാശിതാ, ഇതിന് കാശിതാ, അങ്ങനെയൊന്നുമല്ല. അതിനെക്കാട്ടിലും ഇപ്പോഴേ കുറച്ച് ചേർക്കുക, ഇൻഷുറൻസ് എടുക്കുക, അങ്ങനെ എന്തൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. പണത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അതിനെ സമ്പാദിക്കാനും അതിനെ ചേർത്ത് വയ്ക്കാനും മറ്റവർക്കൊക്കെ ദാനം ചെയ്യാനും നമുക്ക് അറിയണം. അതുമാത്രമല്ല, എല്ലാ മതത്തിലും പറയുന്നുണ്ട് നമ്മൾ സമ്പാദിക്കുന്നതിൽ 10% ദാനം കൊടുക്കണം. അപ്പോൾ ഓരോ മാസവും നമുക്ക് ശമ്പളം കിട്ടുമ്പോഴും അല്ലെങ്കിൽ കാശ് വരുമ്പോഴും അതിലൊരു 10% ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പം എൻ്റെ അഭിപ്രായം, പണം സമ്പാദിക്കണം, ലൗകിക ജീവിതം 100% സന്തോഷവും സംതൃപ്തിയായിട്ടുള്ള ജീവിതമായിട്ട് നയിക്കണം. അതിൻ്റെ കൂടെ തന്നെ സൈഡ് ബൈ സൈഡ് നമ്മൾ ഈ മുക്തി തേടുന്ന വഴികളും നോക്കണം. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് 60 വയസ്സാവട്ടെ അല്ലെങ്കിൽ 90 വയസ്സാവട്ടെ അതിന് പിന്നെ മുക്തി നേടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇപ്പോഴേ ചെയ്യണം. അപ്പം ഗെറ്റ് റെഡി. ഓക്കെ, നന്ദി, നമസ്കാരം.